നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVRും കണ്ടെത്തി. വീണ്ടെടുത്തത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്. NIA സംഘം ദുരന്ത സ്ഥലം സന്ദർശിച്ചു. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവ്. അപകടത്തിൽ 294 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. ദുരന്തഭൂമിയിൽ സേവാ പ്രവർത്തനവുമായി സ്വയം സേവകരും. ദുരന്തഭൂമിയിലെത്തി പ്രധാനമന്ത്രി ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. വിശ്വാസ് കുമാർ രമേശിനെ നേരിൽ കണ്ടു. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവചനം. അഹമ്മദാബാദിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി ഉന്നതതല യോഗം. എയർ ഇന്ത്യ വിമാനത്തിന് വ്യാജ ബോംബ് ഭീഷണി. തായ്ലൻഡ് ഡൽഹി വിമാനം തകർക്കുമെന്ന മുന്നറിയിപ്പ്. ഫുക്കറ്റ് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ്. 156 യാത്രക്കാരും സുരക്ഷിതർ. ഇറാന് ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടി. യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിൽ ബോംബിട്ടു. ഇറാൻ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടു. വധിക്കപ്പെട്ടവരിൽ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ തലവനും. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഭാരതം. 16 യാത്രാ വിമാനങ്ങൾ പുനഃക്രമീകരിച്ച് എയർ ഇന്ത്യ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകി. അപകടത്തിൽ മരണപ്പെട്ട മലയാളി രഞ്ജിതയുടെ ബന്ധുക്കൾ നാളെ പുലർച്ചെയോടെ അഹമ്മദാബാദിലെത്തും. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സയിലുള്ള സിവിൽ ആശുപത്രിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. വിമാനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചികിത്സയിലുള്ള രമേശ് വിശ്വാസ് കുമാർ ഉൾപ്പെടെയുള്ളവരെ നരേന്ദ്രമോദി ആശ്വസിപ്പിച്ചു. വിമാനത്താവളത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യോമയാന മന്ത്രി, മറ്റു ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഇന്നലെ രാത്രി ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്ര പട്ടേൽ, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ അമിത്ഷാ, അവർ രണ്ടുപേരും ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ടാണ് പോയത്. ഇന്ന് പ്രൈം മിനിസ്റ്റർ വന്നു. ഈ സംഭവം നടന്ന സ്ഥലവും അതുപോലെ തന്നെ ഹോസ്പിറ്റലും സന്ദർശിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ അപകടത്തിൽ ഹോസ്പിറ്റലിലെ ചികിത്സയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ മരണമടഞ്ഞവരുടെ ബോഡി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്ത സ്ഥലത്തെത്തിയിരുന്നു. വിമാന ദുരന്തത്തിൽ 290-ലധികം പേർ മരിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. 10 മെഡിക്കൽ വിദ്യാർത്ഥികളും 24 പ്രദേശവാസികളും മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുകയാണ്. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVRും കണ്ടെത്തി. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് AIB ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പം NIA സംഘം കൂടി ദുരന്ത സ്ഥലം ഇന്ന് സന്ദർശിച്ചു. അതേസമയം എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് DGCA ഉത്തരവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഈ ഒരു അപകടത്തിന്റെ ഏറെ നിർണായകമായ ഘടകമായ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് അന്വേഷണങ്ങളിൽ കൂടി കടന്നിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങളൊക്കെ? വിഷ്ണു, ഈ ദുരന്തം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായ തെളിവുകളും മറ്റും ലഭിക്കുന്നത് ബ്ലാക്ക് ബോക്സിൽ നിന്നാണ്. അത് ഏതൊരു വിമാന അപകടവുമായി ബന്ധപ്പെട്ടും
യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വസ്തുത പുറത്തേക്ക് വരുന്നത് ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധനയിലൂടെയാണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ബ്ലാക്ക് ബോക്സ് ലഭിച്ചു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ദേശീയ വാർത്താ ഏജൻസികളും മറ്റും നൽകിയിരുന്നുവെങ്കിലും ഇതൊരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് AAIB എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയും ഈ ബ്ലാക്ക് ബോക്സ് ലഭിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകുന്നത്. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും ലഭ്യമായിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകുന്നതാണ്. കാരണം വിമാനത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പകർത്തുന്നത് ഈ DVR ആണ്. അതിനാൽ DVRും ബ്ലാക്ക് ബോക്സും ലഭിച്ചത് തീർച്ചയായും ഈ അന്വേഷണം വളരെ വേഗത്തിലാക്കുവാനും സുഗമമാക്കുവാനും ഈ അന്വേഷണ സംഘത്തിന് സഹായകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഇന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ ഈ വിമാനാപകടം നടന്ന പ്രദേശം സന്ദർശിച്ചു. ഏറ്റവും ശ്രദ്ധേയം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നുള്ളതാണ്. ഈ അപകടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ഉള്ളതായി ഒരു തരത്തിലുമുള്ള വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ DGCAയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല. അട്ടിമറി സാധ്യതകളെല്ലാം സർക്കാർ വൃത്തങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് സാങ്കേതികമായ തകരാർ മൂലമുള്ള അപകടം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങളും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ഭീകര വിരുദ്ധ സേനയായിട്ടുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തി എന്നത് വളരെ ശ്രദ്ധേയമായി. ഒപ്പം ഗുജറാത്ത് സർക്കാരിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ സംഘവും പരിശോധന നടത്തി. അവരാണ് ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്തെ തിരച്ചിലും മറ്റും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്ലാക്ക് ബോക്സ് അതോടൊപ്പം തന്നെ DVR തുടങ്ങിയ രണ്ട് ഘടകങ്ങൾ ഈ അന്വേഷണത്തിന് സഹായകരമാകുന്നതാണ്. അവ രണ്ടും ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്താനും അന്വേഷണ സംഘങ്ങൾക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. വിഷ്ണു. ഗൗതം, ഒപ്പം ഈ പറയുന്നത് പോലെ കൃത്യമായ ഒരു അന്വേഷണം അതിലേക്ക് കടക്കുമ്പോൾ ഈ നേരത്തെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ തുടങ്ങിയ ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അത്തരം ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു ഉത്തരമല്ലേ ഇനി ഈ ഒരു പരിശോധനകളിലൂടെ അല്ലെങ്കിൽ കൃത്യമായൊരു അന്വേഷണത്തിലൂടെ ഇനി അറിയാൻ സാധിക്കുക? വിഷ്ണു, ഇതിൽ ഒരു തരത്തിലുമുള്ള അട്ടിമറി സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് മറ്റ് വിമാനാപകടങ്ങൾ സാധാരണ ഉണ്ടാകുന്ന സാങ്കേതികമായ തകരാറല്ലെങ്കിൽ ഈ പറന്നുയരുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള മറ്റെന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ ഇതിനെ തുടർന്നാണ് പക്ഷി ഇടിച്ചതാകാം, അല്ലെങ്കിൽ എഞ്ചിൻ്റെ തകരാറുണ്ടായേക്കാം. അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും വിമാന അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത്. അതിലുപരിയായി ഇതിനൊരു അട്ടിമറിയുടെ ഒരു തരത്തിലുമുള്ള സാധ്യതകൾ ഇപ്പോൾ നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. അതിനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയും അത്തരം നിഗമനത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇത്തരം ഒരു വലിയ ദുരന്തമായതിനാലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെയും മറ്റും സംഘം അതോടൊപ്പം തന്നെ ഗുജറാത്ത് ATSും ഒക്കെ അതിനാലാണ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. കാരണം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ് എന്ന സാമാന്യ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പരിശോധന എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. വിഷ്ണു. ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ പ്രദേശത്ത് ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കി. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്ത് നിന്ന് വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയാണ്. ദുരന്തഭൂമിയിൽ സേവാ പ്രവർത്തനവുമായി സ്വയം സേവകരും സജീവമാണ്. അതേസമയം BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ബാഗുകൾ വിട്ടുകിട്ടുന്നതിനായി മെഡിക്കൽ വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്തെത്തി. ജിഷ്ണുകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഹമ്മദാബാദിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വിമാനം തകർന്നു വീണിട്ടുള്ള പ്രദേശത്ത് വിവിധ ഏജൻസികളുടെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ രാവിലെ മുതൽ ഫോറൻസിക് വിഭാഗവും കൂടാതെ ATSും ദേശീയ അന്വേഷണ ഏജൻസിയും ഉൾപ്പെടെ വിവിധ ഏജൻസികൾ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഈ തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടങ്ങളുടെ ഭാഗങ്ങളുമെല്ലാം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഓരോ ഭാഗങ്ങളും നീക്കം ചെയ്തുകൊണ്ട് അതിനടിയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മനുഷ്യജീവനുകളുണ്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തുന്നു. അവിടെ JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. മറ്റു രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധനകളെല്ലാം തന്നെ
പൂർത്തിയാക്കി. ഫോറൻസിക് വിഭാഗവും ഒപ്പം NSGയും ATSഉം ദേശീയ അന്വേഷണ ഏജൻസിയും ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിന്ന് നിലവിൽ മടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ളത് ഒന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം ഈ പ്രദേശത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇളവ് വന്നതോടുകൂടി ഈ വിമാനം തകർന്നു വീണ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ബാഗും മറ്റ് സാധനങ്ങളുമെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നതിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെയും വളരെ ചെറിയ ഗ്രൂപ്പുകളായി മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെയും 3-4 ആളുകൾ മാത്രം അകത്തുപോയി അവരുടെ ബാഗുകളും മറ്റു സാധനങ്ങളും എടുക്കുന്നതിനുള്ള അനുമതി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അവർ അവരുടെ ബാഗുകൾ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് അപകടം നടന്ന പ്രദേശം ഇന്നലെ രാത്രി ഈ ഒരു പ്രദേശത്തിൻ്റെ ദൃശ്യം എന്നുള്ളത് വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ എത്തിയപ്പോഴുണ്ടായിരുന്ന കാഴ്ച. ആ വിമാനം തകർന്നു വീണ ഒരു അഗ്നിഗോളമായി ഈ കെട്ടിടങ്ങൾക്കിടയിലേക്ക് വീണ നമുക്ക് കെട്ടിടത്തിൻ്റെ കൂടി ദൃശ്യങ്ങൾ കാണാം. ആ കെട്ടിടത്തിൻ്റെ ഇടയിലേക്കാണ് വിമാനം എയർ ഇന്ത്യ വിമാനം ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഈ ടേക്ക് ഓഫിന് മിനിറ്റുകൾക്കുള്ളിൽ ഒരു തീഗോളമായി തകർന്ന് വീണത്. അതിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ 241 പേരും കൂടാതെ ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ അത്തരത്തിൽ 290-ലധികം മരണം നിലവിൽ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം 500 മീറ്റർ അകലെ സിവിൽ ആശുപത്രിയിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ DNA പരിശോധന നടത്തിക്കൊണ്ട് മൃതദേഹം തിരിച്ചറിയുന്നതിനും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിക്കൊണ്ട് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനായി മരിച്ചവരുടെ ബന്ധുക്കൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ പരിക്കേറ്റവരും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. 60-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. 20-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായി മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും രക്ഷാപ്രവർത്തനങ്ങളുമാണ് അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട നമ്മുടെ സേനകളും ഏജൻസികളും ഗവൺമെൻറ് സംവിധാനങ്ങളും നടത്തിയിട്ടുള്ള. ഏതായാലും ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേന അവിടെ ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വയം സേവകരുൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒപ്പം സേവാ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നാടിനെ നടുക്കിയ ഈ ഒരു വേദനയെ ഈ ഒരു ദുരന്തത്തെ മറികടക്കുന്നതിനും അതിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെയും ഭാഗമായി നിലകൊള്ളുന്നത്. ഇപ്പോൾ ഇവിടേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചെറിയ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതിൽ ഈ കെട്ടിടത്തിനുള്ളിൽ താമസിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉള്ളിലേക്ക് പോകുന്നതിനും ബാഗുകൾ എടുക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം അഹമ്മദാബാദ് നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഗതാഗത നിയന്ത്രണത്തിലും വലിയ രീതിയിലുള്ള ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ അപകട മേഖലയിലേക്കുള്ള റോഡ് മാത്രമാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുള്ളത്. ഇവിടെ മാധ്യമപ്രവർത്തകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഈ കെട്ടിടത്തിൻ്റെ മുൻപിൽ ഈ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് വരാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ഏതായാലും രാജ്യത്തെ നടുക്കിയിട്ടുള്ള ദുരന്തം നടന്നിട്ട് 30 മണിക്കൂറിലധികം പിന്നിടുന്നു. വളരെ കാര്യക്ഷമമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചത് ഈ വിമാനത്തിലുണ്ടായിരുന്ന ആരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം പോലും നൽകാതെ അതിവേഗതയിൽ വലിയ ആഘാതം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ അപകടം നടന്നത്. സാധ്യമായതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ സാധ്യമായ എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനും ഇടപെടലുകളും ഇവിടെ നടക്കുന്നു. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേന പ്രദേശത്ത് ഈ വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം കൃഷ്ണൻ, ജനം. നനച്ചിരിക്കാത്ത നേരത്തെത്തിയ ദുരന്തത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. 241-ലധികം പേരുടെ ജീവനെടുത്ത അപകടം ബാക്കി വയ്ക്കുന്നത് ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. പൈലറ്റുമാരും ഏവിയേഷൻ വിദഗ്ധരും ഉൾപ്പെടെ ഉന്നയിക്കുന്ന സംശയങ്ങൾ പലതാണ്. അപകടത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് 2 വീഡിയോകളായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് 5 സൂചനകളാണ് വിദഗ്ധർക്ക് ലഭിച്ചത്. 1. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്താത്തത്. 2. എഞ്ചിൻ തകരാറ്. 3. ഇന്ധനത്തിൽ മാലിന്യം കലർന്നത്. 4. പക്ഷി ഇടിച്ചത്. 5. വിമാനത്തിന്റെ ലാൻഡിംഗ് വീലുകൾ മടങ്ങാതെ വന്നത്.
സാധാരണഗതിയിൽ വിമാനം ലിഫ്റ്റ് ഓഫ് ചെയ്ത് 5 സെക്കൻഡിനുള്ളിൽ പൈലറ്റുമാർ ലാൻഡിംഗ് ഗിയർ ഉയർത്തുമെന്ന് എയർ സേഫ്റ്റി വിദഗ്ധനായ ക്യാപ്റ്റൻ അമിത് സിംഗ് പറയുന്നു. അഹമ്മദാബാദിൽ തകർന്നു വീഴുന്നതിന് തൊട്ടുമുൻപ് സഹ പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയിരുന്നു. ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയാണ് മെയ്ഡേ സന്ദേശം നൽകുന്നത്. പറന്നുയരാൻ തക്കവിധത്തിലുള്ള ഉയരത്തിലെത്തുന്ന ഉടനെ ലാൻഡിംഗ് ഗിയർ ഉയർത്തും. എന്നാൽ വിമാനം 400 അടി ഉയരത്തിൽ പറന്നുയർന്നുവെങ്കിലും ലാൻഡിംഗ് ഗിയർ ഉയർത്തിയില്ലെന്ന സംശയമാണ് വീഡിയോ ഉയർത്തുന്നത്. എഞ്ചിൻ തകരാർ സംഭവിച്ചാലോ പക്ഷി ഇടിച്ചാലോ പൈലറ്റുമാർക്ക് ലാൻഡിംഗ് ഗിയർ ഉയർത്താനാകില്ല. ഇന്ധനത്തിൽ മാലിന്യം കലർന്നാൽ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് കാരണമെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് അട്ടിമറി സാധ്യതയിലേക്കാണ്. വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുമ്പോൾ പൊടിപടലങ്ങൾ കാണുന്നതും ശുഭസൂചനയല്ല. അതും എഞ്ചിൻ തകരാറിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എയർ ഇന്ത്യ മുൻ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി. വിമാനം നിലം പതിച്ച രീതിയും അവശിഷ്ടങ്ങളും സൂചിപ്പിക്കുന്നത് വേഗത നഷ്ടപ്പെട്ട് ഇടിച്ചിറങ്ങിയെന്നാണ്. ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുമെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് സുരക്ഷിതമായി ഇറക്കാനായി ശ്രമം നടത്തിയത് ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിന്റെ നോസ് ഉയർത്തി ഇടിച്ചിറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പറന്നുയർന്ന വിമാനം പെടുന്നതിന് താഴ്ന്ന അഗ്നിഗോളമായി മാറുകയായിരുന്നു. സംശയങ്ങൾ നിരവധി ഉയരുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന് ശേഷമേ അപകട കാരണം വ്യക്തമാകൂ എന്നും വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായിരുന്നു അഹമ്മദാബാദ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി. ലണ്ടനിലുള്ള ഭാര്യയെയും മകളെയും കാണാനുള്ള അദ്ദേഹത്തിന്റെ യാത്രയിലാണ് അപ്രതീക്ഷിതമായി അപകടം എത്തിയത്. കഠിനാധ്വാനത്തോടെയും സമർപ്പണത്തോടെയുമുള്ള പ്രവർത്തനങ്ങളാണ് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ വിജയ് രൂപാണിയെ വേറിട്ട് നിർത്തിയത്. 1956 മ്യാൻമറിലെ രംഗൂണിലായിരുന്നു വിജയ് രൂപാണിയുടെ ജനനം. അവിടുത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്ന് കുടുംബം ഗുജറാത്തിലെ രാജ്കോട്ടിലേക്ക് കുടിയേറി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ പൊതുപ്രവർത്തനത്തിലെത്തി. 1971 ജനസംഘത്തിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ രാഷ്ട്രീയം കർമ്മമണ്ഡലമാക്കി. 1974 നവനിർമ്മാൺ മൂവ്മെന്റിന്റെ ഭാഗമായതിന്റെ പേരിൽ അടിയന്തരാവസ്ഥക്കാലത്ത് 1 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. 1987 രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായി. 1996 രാജ്കോട്ടിന്റെ മേയറായി. 2006 രാജ്യസഭയിലെത്തി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്ത് മുനിസിപ്പൽ ഫിനാൻസ് ബോർഡ് അംഗമായിരുന്നു. 2014 അന്നത്തെ സ്പീക്കർ വാജ്ഭായ് വാല സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് നിയമസഭയിലെത്തുന്നത്. 2014 BJP സംസ്ഥാന അധ്യക്ഷനായി. അതേ വർഷം ആനന്ദിബെൻ പട്ടേലിന്റെ പിൻഗാമിയായി ഗുജറാത്തിന്റെ 16ാമത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. ആനന്ദിബെൻ മന്ത്രിസഭയിൽ ഗതാഗതം, തൊഴിൽ, ജലവിതരണം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയുമായിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ 2020 ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ പോളിസി അവതരിപ്പിച്ചു. പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും വിജയ് രൂപാണി ആവിഷ്കരിച്ചിട്ടുണ്ട്. നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിലും വിജയ് രൂപാണി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിത വിയോഗം. ന്യൂസ് ഡെസ്ക് ജനം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബത്തെ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തിന്റെ വികസനത്തിന് വഴിയൊരുക്കിയ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണിയെന്നും തികഞ്ഞ രാജ്യസ്നേഹിയും നാടിൻ്റെയും പാർട്ടിയുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയും വിജയ് രൂപാണിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. BJP കുടുംബത്തിൽ നികത്താനാവാത്ത നഷ്ടമാണ് സംഭവിച്ചതെന്നും നദ്ദ എക്സിൽ കുറിച്ചു. രാജ്യസഭാംഗം, BJP ഗുജറാത്ത് സംസ്ഥാന പ്രസിഡന്റ്, ക്യാബിനറ്റ് മന്ത്രി എന്നീ നിലകളിൽ വിജയ് രൂപാണി പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. ആ 10 മിനിറ്റിന് നന്ദി പറഞ്ഞ ഭൂമി ചൗഹാൻ. തീഗോളമായ എയർ ഇന്ത്യ വിമാനത്തിൽ ചൗഹാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ തന്നെ രക്ഷിച്ച ഗണപതി ഭഗവാന് നന്ദി പറയുകയാണ് ഈ യുവതി. മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഗുജറാത്ത് ബറൂച്ച് സ്വദേശിനി ഭൂമി ചൗഹാൻ. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ യാത്രയ്ക്ക് ഭൂമിയും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ ട്രാഫിക് ജാമിന്റെ രൂപത്തിൽ ഭാഗ്യമെത്തി. ട്രാഫിക്കിൽപ്പെട്ട് വിമാനത്താവളത്തിലെത്താൻ 10 മിനിറ്റ് വൈകി. പുറപ്പെടാൻ തയ്യാറായ വിമാനത്തിൽ കയറ്റാൻ അധികൃതരോട് സംസാരിച്ചെങ്കിലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കടത്തിവിട്ടില്ല. യാത്ര മുടങ്ങിയ നിരാശയിൽ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഉഗ്രശബ്ദം കേട്ടത്. പിന്നാലെ വിമാനം തകർന്നുവെന്ന വാർത്തയും. ആ ഞെട്ടലിൽ നിന്ന് ഭൂമി ഇനിയും മുക്തമായിട്ടില്ല.
വാർത്ത കേട്ടപ്പോൾ മുതൽ ശരീരം വിറയ്ക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഗണപതി ഭഗവാനാണ് രക്ഷിച്ചതെന്നും ദൈവത്തിന് നന്ദി പറയുന്നതായും അവർ കൂട്ടിച്ചേർത്തു. हम ऑलमोस्ट एयरपोर्ट से तो घर के लिए निकल चुके थे और हम लोग गाड़ी में ही थे और तभी हमने न्यूज़ देखा कि ऐसा प्लेन क्रैश हुआ है और एट द टाइम आई वॉज फीलिंग टोटली नम एंड एक तरह से अच्छा मैं अपने भगवान का थोड़ा माता जी का और सब शुक्रिया कर रही थी कि मैं बच गई. ഭർത്താവിനൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാണ് ഭൂമി. 2 വർഷത്തിനു ശേഷം അവധി ആഘോഷിക്കാനാണ് അഹമ്മദാബാദിലെത്തിയത്. 1:10 വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. 12:10 യാത്രക്കാരുടെ ബോർഡിംഗ് നടപടികൾ പൂർത്തിയായിരുന്നു. പക്ഷേ ഭൂമി എത്തിയത് 12:20. ആ 10 മിനിറ്റാണ് തന്റെ ആയുസ് നീട്ടി നൽകിയതെന്ന് ഓർക്കുകയാണ് ഈ യുവതി. ന്യൂസ് ഡെസ്ക് ജനം. ഒരു യാത്രയിലൊപ്പമുണ്ടായിരുന്ന എല്ലാവരും മരണത്തിലേക്ക്, ഒരാൾ മാത്രം തിരികെ ജീവിതത്തിലേക്ക്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ആ അത്ഭുതം ലോകം കണ്ടത് വിശ്വാസ് കുമാർ രമേശിലൂടെയാണ്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിൽ 11A സീറ്റിലായിരുന്നു ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കായി വിശ്വാസ് കുമാർ രമേശ് ബുക്ക് ചെയ്തത്. 1:39 വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ സെക്കൻഡുകൾക്കകം വലിയ ശബ്ദം കേട്ടതായി രമേശ് പറഞ്ഞു. പിന്നെയെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം കത്തിയമർന്ന് കെട്ടിടത്തിന് മുകളിൽ പതിച്ചു. അതിനിടയിലായിരുന്നു ആ അത്ഭുതം. അപകട വാർത്തയറിഞ്ഞ എല്ലാവർക്കും ഒരുപോലെ അവിശ്വസനീയമായി മാറിയ രക്ഷപ്പെടൽ. ബ്രിട്ടീഷ് പൗരത്വമുള്ള രമേശ് 20 വർഷമായി ലണ്ടനിലാണ്. ഭാര്യയും കുട്ടിയും ലണ്ടനിലാണ്. കുടുംബാംഗങ്ങളെ കാണാനാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. തിരികെ UK-യിലേക്കുള്ള യാത്രയാണ് ദുരന്തമായി മാറിയത്. സഹോദരൻ അജയ് കുമാർ രമേശും ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും ഇരുവരുടെയും സീറ്റുകൾ 2 നിരകളിലായിരുന്നു. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ ജനറൽ വാർഡിൽ പരിക്കുകളോടെ കഴിയുമ്പോൾ രമേശിനും സംഭവിച്ചത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും മൃതശരീരങ്ങളുമായിരുന്നു എഴുന്നേറ്റപ്പോൾ ചുറ്റും കണ്ടത്. ഭയന്നു പോയെന്ന് രമേശ് പറഞ്ഞു. നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തിയ ആരൊക്കെയോ ചേർന്ന് ആംബുലൻസിൽ കയറ്റി. അങ്ങനെയാണ് ആശുപത്രിയിലെത്തിയത്. രമേശിന്റെ നെഞ്ചിലും കാലിലും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ജനം. വീണ്ടും വാർത്തകളിലേക്ക്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് എഫി ഡ്രൈവിൻ പറഞ്ഞത്. നാളിതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആണവായുധ ശേഖരം തയ്യാറാക്കാനാണ് ഇറാൻ ശ്രമിച്ചതെന്നും പ്രതിരോധ സേനാ വക്താവ് പറയുന്നു. Over the past few months, intelligence has shown that Iran is closer than ever to obtaining a nuclear weapon. This morning, the IDF began preemptive and precise strikes targeting the Iranian nuclear program in order to prevent the Iranian regime's ability to build a nuclear bomb in the immediate time frame. We have no choice. We are operating against an imminent and existential threat. We cannot allow the Iranian regime to obtain a nuclear weapon that would be a danger to Israel and the entire world. This operation is for our right to exist here, for our future and for our children's future. The State of Israel has the right and the obligation to operate in order to protect its people and will continue to do so. The IDF conducted significant preparations for this operation. We are well prepared both in defense and offense to defend ourselves. The IDF will continue to defend the State of Israel. അതേസമയം ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് തലവൻ ഹുസൈൻ സലാമിയെ വധിച്ചു. അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ മുൻ തലവൻ ഫെറിറ്റൂൺ അബ്ബാസിയും കൊല്ലപ്പെട്ടെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇറാൻ സംയുക്ത സൈനിക മേധാവിയെയും വധിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് ആക്രമണം നടന്നതെന്നും അത് തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. Moments ago, Israel launched Operation Rising Lion, a targeted military operation to roll back the Iranian threat to Israel's very survival. This operation will continue for as many days as it takes to remove this threat. For decades, the tyrants of Tehran have brazenly, openly called for Israel's destruction. They've backed up their genocidal rhetoric with a program to develop nuclear weapons. In recent years, Iran has produced enough highly enriched uranium for 9 atom bombs. 9. In recent months, Iran has taken steps
that it has never taken before, steps to weaponize. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, നിലവിലെ സാഹചര്യം ശക്തമായൊരു ആക്രമണം നടന്നിരിക്കുന്നു. ഇനിയും ആക്രമണം തുടരുമെന്ന നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ന് രാവിലെ തന്നെ നൽകിയ സന്ദേശത്തിൽ ഇത്തരത്തിൽ ഒരു വംശഹത്യക്കുള്ളൊരു നീക്കമാണ് ഇറാൻ നടത്തുന്നത്. യഹൂദരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് നടത്തിയത്. ആ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത്രയും ശക്തമായ ആണവായുധങ്ങളെല്ലാം തന്നെ തയ്യാറാക്കുകയും ഈ ആണവായുധം തയ്യാറാക്കിയതിന് ശേഷം ഏതാണ്ട് ആയുധമാക്കി മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. 9ഓളം ആറ്റം ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞു ഇറാൻ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടികൾ അനിവാര്യമാണ് എന്ന നിലപാടിലേക്ക് രാഷ്ട്ര നേതാക്കളും എത്തിയത്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ സൈനിക മേധാവികളും എത്തിയത്. അതിനെ തുടർന്നാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് സൈനിക വക്താവും അറിയിച്ചു. കൃത്യമായി ഇറാൻ്റെ ആണവായുധ ശേഖരങ്ങൾ കണ്ടെത്തി. അതായത് നാളിതുവരെ ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയ ആണവായുധ ശേഖരമാണ് ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശേഖരം കണ്ടെത്തിയതിന് ശേഷം കടുത്ത നടപടികളിലേക്ക് പോവുകയായിരുന്നുവെന്നും ഇസ്രായേലിൻ്റെ സൈനിക വക്താവും അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ കർശനമായ നടപടിയാണ് ഇറാനെതിരെ തുടരുന്നത്. അതിന് കാരണവുമുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഹമാസിൻ്റെയും അതുപോലെ ഹൂതി വിമതർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ ആക്രമണത്തിന് ഇരയാകുന്നത് ഈ ഇസ്രായേലാണ്. ഇസ്രായേലിനെ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ ഈ വിമതരെയും ഹൂതി ഭീകരവാദികളെ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇറാൻ്റെ പിന്തുണയുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇവർക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുന്നതോടുകൂടി പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുള്ളത് തന്നെയാണ് ഈ ആക്രമണം ശക്തമായി നടത്താൻ കാരണമെന്നും രണ്ട് പേരും സൂചിപ്പിച്ചതുപോലെ കനത്ത മറുപടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കനത്ത മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഇറാൻ. എന്തുതന്നെയായാലും കൂടുതൽ വാർത്തകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.